എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ ഇന്ന് രാവിലെ കൊടുത്ത ആ ഒരു ടാസ്ക് ഉണ്ടല്ലോ, മോർണിംഗ് ടാസ്ക്, ആ ഒരു ടാസ്കിനെ പറ്റിയിട്ട് എവിടെ നോക്കിയാലും ആ ഒരു സംഭവത്തെ പറ്റിയിട്ടാണ് ചർച്ച. ശരിക്കും വളരെ മനോഹരമായിട്ടുള്ള ഒരു ടാസ്ക് ആയിരുന്നു അത്. എന്ന് വെച്ചാൽ PR ഉള്ളവരെ ചൂണ്ടിക്കാണിച്ചിട്ടുള്ള ഒരു ടാസ്ക് ആയിരുന്നു. ശരിക്കും അത് വഴക്കിലൊക്കെ വന്ന് അവസാനിച്ചു. നമ്മുടെ അനീഷും അതുപോലെ തന്നെ ഷാനവാസും ബെസ്റ്റ് ഫ്രണ്ട് എന്നൊക്കെ പറയുമല്ലോ. അപ്പോൾ ഷാനവാസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അനീഷ് PR-ന്റെ ബലത്തിലാണ് അവിടെ നിൽക്കുന്നത്, അനീഷിന് ഒത്തിരി PR ഒക്കെ ഉണ്ട് എന്നുള്ള കാര്യം നമ്മുടെ ഷാനവാസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ബിന്നി പറഞ്ഞിട്ടുണ്ടായിരുന്നു ചില കാര്യങ്ങളൊക്കെ. അതായത് ബിന്നി പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ അനുമോൾക്ക് 16 ലക്ഷം രൂപയ്ക്ക് PR കൊടുത്തിട്ടാണ് അനുമോൾ അവിടെ നിൽക്കുന്നത്. വന്ന സമയത്ത് അഡ്വാൻസ് ആയിട്ട് 50,000 രൂപ കൊടുത്തു എന്നൊക്കെയാണ് നമ്മുടെ ബിന്നി പറഞ്ഞിരിക്കുന്നത്. എന്നാൽ അനുമോള് ആദ്യം അതിനെ എതിർക്കുകയും പിന്നീട് ഷാനവാസ് കൂടി വന്ന സമയത്ത് ആദ്യം ആദിലയോട് പറഞ്ഞ കാര്യം എന്ന് വെച്ചാൽ, അങ്ങനെ ചെയ്തിട്ടില്ല, എൻ്റെ കയ്യിൽ അതിനു വേണ്ടി കളയാൻ പൈസയില്ല, അനാവശ്യമായിട്ടൊരു പൈസ പോലും കളയുന്ന ആളല്ല ഞാനെന്നൊക്കെ പറഞ്ഞിട്ട് ഷാനവാസ് വന്ന സമയത്ത് പ്ലേറ്റ് അങ്ങ് മറിച്ചു. അപ്പോൾ അനുമോള് പറഞ്ഞു പുള്ളിക്കാരത്തി PR ഒക്കെ ചെയ്തിട്ടുണ്ട്, പുള്ളിക്കാരത്തി സാധാരണ ഈ ബിഗ് ബോസിൽ വരുന്നതിന് മുമ്പ് തന്നെ പിന്നെ കൂടുതൽ വിവാദങ്ങളിലേക്കൊന്നും പോവാതിരിക്കാനൊക്കെ ആയിട്ട് പുള്ളിക്കാരത്തി ഇതുപോലെ PR വർക്കിനെ ഏൽപ്പിക്കായിരുന്നു എന്നൊക്കെയുള്ള കാര്യം പറയുന്നുണ്ട്. എന്നിട്ട് പുള്ളിക്കാരത്തി പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചാൽ, ബിഗ് ബോസ് വീടിനുള്ളിൽ വരുന്ന സമയത്ത് പലരും പുള്ളിക്കാരത്തിയോട് പറഞ്ഞിട്ടുണ്ട് അത്രേ, PR-നെ ഏർപ്പാടാക്കണം, ചിലപ്പോൾ നമുക്ക് അത്യാവശ്യമായിട്ട് ചിലപ്പോൾ വേണ്ടി വന്നേക്കും എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ പുള്ളിക്കാരത്തി PR വർക്കിനെ ഏർപ്പാടാക്കി എന്നാണ് അനുമോൾ പറയുന്നത്. അപ്പോൾ ഈ ഒരു PR-ന്റെ ആ ഒരു സംഭവം വന്നതിന് ശേഷം അകത്തും, അതായത് ബിഗ് ബോസ് വീടിനകത്തും പുറത്തും അത് വലിയൊരു ചർച്ചയിലേക്ക് വഴിമാറിയിരിക്കുകയാണ്. ദേ ഇപ്പോൾ നമ്മുടെ ഹോട്ട് സീറ്റിലെ ശാരിക തന്നെ വന്നിരിക്കുകയാണ് ഇതിനെ കുറിച്ചിട്ട് ചില കാര്യങ്ങളൊക്കെ പറയാനായിട്ട്. അപ്പോൾ ശാരിക പറയുന്നത് എന്താണെന്ന് നമുക്കൊന്ന് കേട്ടിട്ട് വരാം. മോർണിംഗ് ടാസ്ക് സൂപ്പർ ടാസ്ക്, ഒരു 7-ന്റെ പണി, യഥാർത്ഥത്തിലുള്ള 7-ന്റെ പണി ടാസ്ക് ആണ് ബിഗ് ബോസ് കണ്ടസ്റ്റൻസിന്, അതായത് ഹൗസ് മേറ്റ്സിന് കൊടുത്തത്. PR ചെയ്ത് നിൽക്കുന്നവരും PR സപ്പോർട്ട് ഇല്ലാതെ നിൽക്കുന്ന കണ്ടസ്റ്റന്റിനെ ചൂണ്ടിക്കാണിക്കുക എന്നുള്ളത് നന്നായിരുന്നു, മനോഹരമായിരുന്നു. ഇപ്പോഴെങ്കിലും ബിഗ് ബോസേ നിങ്ങൾക്കത് ചെയ്യാൻ തോന്നിയല്ലോ. കാരണം PR-ന്റെ പിൻബലം ഇല്ല എന്നൊരൊറ്റ കാരണം കൊണ്ട് ഔട്ടായി പോയൊരു വ്യക്തിയാണ് ഞാൻ. ഇത് ഞാൻ അറിഞ്ഞത് ബിഗ് ബോസ് ടീമിൽ നിന്ന് തന്നെയാണ്, അവരുടെ ക്രൂ തന്നെയാണ് നമ്മളോട് പറഞ്ഞത്. ശാരിക വിക്റ്റാൽ ഞങ്ങൾക്ക് വല്ലാത്ത വിഷമമുണ്ട്, യു ആർ എ ബെസ്റ്റ്, വൺ ഓഫ് ദ ബെസ്റ്റ് കണ്ടസ്റ്റന്റ് ആയിരുന്നു, പക്ഷേ PR ആണ് അവിടെ നിങ്ങളുടെ വോട്ടുകൾ താത്തിക്കളഞ്ഞതെന്നാണ് ഞാൻ അറിഞ്ഞത്. വെറുതെ കൊണ്ടല്ല, അനർഹരായ കണ്ടസ്റ്റൻസിന് വോട്ടുകൾ കൂടുകയും അർഹതയുള്ള കണ്ടസ്റ്റൻസിന് വോട്ടുകൾ കിട്ടാതിരിക്കുകയും ചെയ്യുന്നൊരവസ്ഥ, അതാണ് PR ചെയ്യുന്നത്. മനസ്സിലായോ? അതായത് തങ്ങൾ കാശ് കൊടുത്ത് വിട്ട PR ടീമുകൾ ആ കണ്ടസ്റ്റൻസ് എന്ത് കോമാളിത്തരങ്ങൾ കാണിച്ചാലും അതിനെ പ്രകീർത്തിച്ചുകൊണ്ട് ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന വൃത്തികെട്ട പരിപാടി ചെയ്യുന്നുണ്ട് PR ടീമുകൾ. ആരാണോ PR, ഞാൻ ആരുടെ പേരുകൾ എടുത്ത് പറയുന്നില്ല, ആരാണോ PR കൊടുത്തിരിക്കുന്നത് അവരുടെ PR ടീമുകൾ ചെയ്യുന്ന പരിപാടിയാണ്. അവര് ഹൗസിൽ കിടന്ന് എന്ത് ചന്തത്തരം കാണിച്ചാലും അത് മഹത്വവൽക്കരിച്ച് എല്ലാവരിലേക്കും എത്തിക്കുക. അപ്പോൾ ശാരിക പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, വളരെ നന്നായി പോയി ബിഗ് ബോസ്, ഇപ്പോഴെങ്കിലും ഇങ്ങനെ ഒരു ടാസ്ക് കൊടുത്തത് വളരെ മനോഹരമായി എന്നാണ് നമ്മുടെ ശാരിക പറയുന്നത്. ശരിയാണ്, ശരിക്കും ഈ ഒരു ടാസ്ക് എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് അറിയാണ്ട് മനസ്സിലുള്ള കാര്യങ്ങളൊക്കെ PR കൊടുത്തു എന്നുള്ള കാര്യങ്ങളൊക്കെ പലരും വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ശരിക്കും വല്ലാത്ത മണ്ടത്തരമായിപ്പോയി. അതങ്ങനെ പറയേണ്ട ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല, പക്ഷേ പലരും തുറന്നു പറഞ്ഞു PR-ന്റെ കാര്യങ്ങളൊക്കെ. അപ്പോൾ അതെന്തെങ്കിലും ആയിക്കോട്ടെ. അപ്പോൾ ശാരിക പറയുന്നത് എന്ന് വെച്ചാൽ, ശാരിക ഔട്ടായ സമയത്ത് പലരും, അതായത് ബിഗ് ബോസിൻ്റെ ക്രൂ മെമ്പേഴ്സ് പലരും ശാരികയോട് പറഞ്ഞത്രേ, PR വർക്ക് ഇല്ലാത്തതിൻ്റെ പേരിലാണ് പുള്ളിക്കാരത്തി ഔട്ടായി പോയതെന്ന്. അപ്പോൾ ശരിക്കും നമുക്കറിയാവുന്ന കാര്യമാണ്, ശാരിക എന്ന് പറയുന്ന മത്സരാർത്ഥി അത്ര പെട്ടെന്നൊന്നും ഔട്ടായി പോവേണ്ട ആളല്ലായിരുന്നു. തീരെ മോശക്കാരായിട്ടുള്ള ഒരുപാട് പേര് അവിടെ ഉണ്ടായിരുന്നു. ശാരിക പോകുന്ന സമയത്തും രേണുസുതി പോലും അവിടെ ഉണ്ടായിരുന്നു. എന്നിട്ടും ശാരിക പോയി. അപ്പോൾ ശാരിക പോയത് ഒട്ടും നല്ലൊരു ഇതായിട്ട് നമുക്ക് തോന്നിയില്ല. നമ്മളൊക്കെ ആ ഒരു സമയത്ത് പറയുകയും ചെയ്തു ശാരിക ഇപ്പോഴൊന്നും പോവേണ്ട ആളായിരുന്നില്ലെന്ന്. അപ്പോൾ PR വർക്ക് ചെയ്യുന്നത് ഒട്ടും മോശമായിട്ടുള്ള കാര്യമാണെന്നൊന്നും പറയുന്നില്ല, നല്ല കാര്യം തന്നെയാണ്.
കാശുള്ളവർ ചെയ്യട്ടെ, ഇല്ല പിന്നീടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ PR വർക്ക് ചെയ്തത് കൊണ്ട് ഒരാൾ കപ്പടിക്കത്തൊന്നുമില്ല. കപ്പടിക്കണം എന്നുണ്ടെങ്കിൽ അവർക്ക് ജനഹൃദയങ്ങളിലേക്ക് കയറി പറ്റാനായിട്ട് സാധിക്കണം. അതിന് PR വർക്ക് വിചാരിച്ചാൽ അത്ര പെട്ടെന്നൊന്നും ജനഹൃദയങ്ങളിൽ കയറ്റാനൊന്നും പറ്റത്തൊന്നുമില്ല. അതിനെന്ന് പറഞ്ഞാൽ അവിടെ നല്ല പ്രവൃത്തി ചെയ്യണം. പലരും പിന്നീട് പറ്റുന്നൊരു കാര്യം PR വർക്ക് ഉള്ളത് കൊണ്ടുള്ളൊരു ഗുണമെന്ന് വെച്ചാൽ പെട്ടെന്ന് ഔട്ടായി പോവാതെ ഒരു പരിധി വരെ മത്സരാർത്ഥികളെ ബിഗ് ബോസ് വീടിനുള്ളിൽ പിടിച്ചു നിർത്താൻ സാധിക്കും. അല്ലാണ്ട് കപ്പടിപ്പിക്കാനൊന്നും PR വർക്കേഴ്സിനൊന്നും സാധിക്കില്ല. അതൊക്കെ തീരുമാനിക്കുന്ന ജനങ്ങളാണ്. എല്ലാവരും ഒക്കെ എല്ലാ ആളുകളും യൂട്യൂബിലൊക്കെ വന്നിട്ട് ഇത് ലൈവായാലും യൂട്യൂബിൽ വീഡിയോകളെല്ലാം കാണുന്ന ആളുകളല്ല. സാധാരണപ്പെട്ട TV മാത്രം, വീട്ടിലെ ടെലിവിഷനെ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്ന ഒരുപാട് മനുഷ്യരുണ്ട് അല്ലേ? അപ്പോൾ അവരുടെ അടുത്തൊന്നും ഈ PR വർക്കേഴ്സിൻ്റെ വർക്കുകളൊന്നും എത്തത്തൊന്നുമില്ല. അപ്പോൾ മത്സരാർത്ഥികൾ കൂടി നന്നായിട്ട് നിൽക്കുക, നല്ല രീതിയിൽ ഗെയിം കളിക്കുക. അങ്ങനെ മുന്നോട്ട് പോയാൽ മാത്രമേ അവർക്ക് കപ്പടിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ എന്തായാലും ശാരികയുടെ കാര്യം പറയുകയാണെങ്കിൽ ശാരിക ഇത്ര പെട്ടെന്നൊന്നും പുറത്തേക്ക് പോവേണ്ട മത്സരാർത്ഥിയല്ല എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. പക്ഷേ ഏറ്റവും മോശമായിട്ട് തോന്നിയെന്ന് വെച്ചാൽ ജിസയിലാണ്. ജിസയിലിനെ പറഞ്ഞു വിട്ട ആ ഒരു രീതി ഒട്ടും ശരിയായില്ല. അങ്ങനെയാണെങ്കിൽ ശാരികയോട് എനിക്ക് ചോദിക്കാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ, ജിസയിലിന് PR വർക്ക് ഇല്ലാഞ്ഞിട്ടാണോ ജിസയിൽ ഔട്ടായി പോയത്? അല്ലല്ലോ. അപ്പോൾ അതെന്ന് വെച്ചാൽ ബിഗ് ബോസിൽ ടീം അംഗങ്ങൾ തീരുമാനിക്കും, അത്രയേ ഉള്ളൂ. നമ്മൾ നമ്മളുടെ വോട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഓരോ മത്സരാർത്ഥികളും അവിടെ തുടരുന്നതെന്ന് അവർ പറയുമെങ്കിലും അതിൽ എത്രത്തോളം സത്യസന്ധതയുണ്ടെന്ന് ദൈവത്തിനറിയാം. അപ്പോൾ എന്തായാലും ശാരിക പറഞ്ഞതിനോട് പൂർണ്ണമായും യോജിക്കാൻ പറ്റുന്നില്ല. എന്നാൽ പോലും, കാരണം ജിസൈലിൻ്റെ കാര്യത്തിൽ, അപ്പാനിശരത്തിൻ്റെയൊക്കെ കാര്യത്തിൽ അവർക്കൊക്കെ PR വർക്ക് ഇല്ലാഞ്ഞിട്ടല്ലല്ലോ അവരൊക്കെ ഔട്ടായി പോയത്. അപ്പോൾ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് ബിഗ് ബോസും അതുമായിട്ട് ബന്ധപ്പെട്ട ആളുകളുമാണ്. അവർ തീരുമാനിക്കും ആരവിടെ തുടരണം, ആര് തുടരണ്ട എന്നുള്ള കാര്യം. അത്രയേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ഇത് കാണുന്ന ഓരോരുത്തരുടെയും അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും ബൈ.